നമസ്കാരം. ഭരണഘടനയെ സംരക്ഷിക്കാൻ, ഇന്ത്യൻ ജനാധിപത്യം തകർക്കാനെത്തിയ സംഘികളെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യയുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇതാ മറ്റൊരു ചരിത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ ജനാധിപത്യ വിശ്വാസിയുമാണ്. വേലി തന്നെ വിളതിന്നുന്ന ഈ കാലഘട്ടത്തിൽ കാവിപൂശിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ഈ രാജ്യത്ത് എതിരഭിപ്രായങ്ങളെ കശാപ്പ് ചെയ്യുന്ന സമകാലിക രാഷ്ട്രീയത്തിൽ 140-ലേറെ കോടി ജനങ്ങളുടെ നാവാകുകയാണ് രാഹുൽ ഗാന്ധി. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ സ്ഥാപനമായി ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനം സംഘപരിവാറിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു സ്ഥാപനമായി അത് മാറിയെന്ന ആരോപണത്തിന്റെ ശക്തമായ തെളിവാണ് ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തുടർന്നുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വോട്ടർ പട്ടികകളിൽ വൻതോതിൽ ക്രമക്കേടുകൾ നടന്നതായി പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, ആരോപിച്ചിരുന്നു. കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിൽ 1,250,000-ലധികം വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തിയെന്നും ഇത് BJPയുടെ വിജയത്തിന് സഹായിച്ചുവെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ച് രംഗത്ത് വന്നതോടെയാണ് വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമായത്. ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായും ഇതിൽ 22 ലക്ഷം പേർ മരിച്ചവരാണെന്ന് രേഖപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ഈ ക്രമക്കേടുകൾ പ്രത്യേകിച്ച് മുസ്ലിം, ദളിത്, പിന്നോക്ക വിഭാഗങ്ങളെ അനുകൂലിക്കുന്ന വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് നടപ്പിലാക്കിയത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വോട്ടർ അധികാർ യാത്രയിൽ BJPക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. RJD ദേശീയ അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ചേർന്ന് ദേശീയ പതാക വീശി. അവരത് രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും കൈമാറി. ആ പതാകയും കൊണ്ട് ഇരുവരും ജനങ്ങളിലേക്ക് ഇറങ്ങി. സസാറാമിലെ വയൽപ്പരപ്പിലേക്ക് രാഹുലിനെ കേൾക്കാനും വോട്ടർ അധികാർ യാത്രയുടെ തുടക്കത്തിന് സാക്ഷിയാകാനും 10,000-കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. അവരോടായി രാഹുൽ തെരഞ്ഞെടുപ്പിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറിച്ച് സംസാരിച്ചു. ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്നും BJP നടത്തിയ ഒടുവിലത്തെ ഗൂഢാലോചനയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമെന്നുമുള്ള രാഹുലിന്റെ പ്രസംഗം വമ്പൻ കരഘോഷത്തോടെയാണ് ജനാവലി സ്വീകരിച്ചത്. രാഹുൽ, തേജസ്വി എന്നീ വിളികൾ മൈതാനിയിലാകെ മുഴങ്ങിക്കേട്ടു. പൊതുപരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് ലാലു പ്രസാദ് യാദവിനോട് ഡോക്ടർ നിർദ്ദേശിച്ചതാണ്. അതൊന്നും പരിഗണിക്കാതെ റാലിക്കെത്തിയ ലാലുവിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയെന്ന് രാഹുൽ പറഞ്ഞു. ഒരുമിച്ച് പോരാടുമെന്ന് തേജസ്വിയും രാഹുലിന് വാക്കുകൊടുത്തു. ബീഹാറിലെ ഇന്ത്യ സഖ്യ പാർട്ടികളെല്ലാം തന്നെ സസാറാമിലേക്ക് എത്തിയിരുന്നു. കോൺഗ്രസ് കൊടി കൈകളിലേന്തിയവർ തേജസ്വിക്കും സിന്ദാബാദ് വിളിച്ചു. RJDക്കാർ രാഹുലിനായി കരഘോഷം മുഴക്കി. പല നിറത്തിലുള്ള കൊടികൾ വയൽപ്പരപ്പിലാകെ നിറഞ്ഞു നിന്നു. മോദി അപകടകാരിയായ മനുഷ്യനാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു. എത്ര RSSകാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുണ്ട്? പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിലെ RSS പ്രശംസയിൽ ഖാർഗെയുടെ ചോദ്യം ഇതായിരുന്നു. വൈകിട്ടോടെ അംബേദ്കർ ചൗക്കിൽ നിന്ന് ആരംഭിച്ച വാഹനയാത്രയിൽ രാഹുൽ, തേജസ്വിയും ഒരുമിച്ച് ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. സോൻ ബസാറിൽ ആൾക്കൂട്ടം ഒരു അംബേദ്കർ ചിത്രം നേതാക്കൾക്ക് കൈമാറുകയും ചെയ്തു. രാത്രി ഔറംഗാബാദിൽ എത്തുമ്പോഴേക്കും വലിയ ജനക്കൂട്ടം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരെ. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര 1300 കിലോമീറ്റർ സഞ്ചരിച്ച് സെപ്റ്റംബർ 1 പട്നയിലെ ഗാന്ധി മൈതാനിയിൽ സമാപിക്കും. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതിൽ ഇതിൽ പരം തെളിവുകളൊന്നും വേണ്ടല്ലോ. അതേസമയം രാഹുൽ ഗാന്ധി വിളിച്ചതുപോലെ തന്നെ ഒരു പത്രസമ്മേളനം നടത്തി വെളുപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യ കണ്ടതുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനം കേട്ടപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസംഗമായി പോയോ എന്ന സംശയങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. കാരണം മോദിക്ക് പ്രസംഗം എഴുതി മികവ് തെളിയിച്ച ആരോ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രസംഗം തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. ആ പ്രസംഗം വിശകലനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് വ്യക്തതയും വരും. 2025 ഓഗസ്റ്റ് 17 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനം വോട്ട് ചോരി ആരോപണങ്ങൾക്ക് മറുപടി നൽകാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ ഈ പത്രസമ്മേളനം പല വിധത്തിൽ കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് കാരണമായി എന്നതാണ് വാസ്തവം.
അതിൻ്റെ ഓരോ കാരണങ്ങളായിട്ട് പറയാം. ഒന്നാമത്തത് രാഹുൽ ഗാന്ധിക്കെതിരെ അവരുയർത്തിയ ഭീഷണിയുള്ള ഒരു സമീപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയെ 7 ദിവസത്തിനുള്ളിൽ തൻ്റെ ആരോപണങ്ങൾക്ക് തെളിവ് സമർപ്പിക്കുകയോ പൊതുജനങ്ങളോട് മാപ്പ് പറയുകയോ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇതൊരു പ്രതിപക്ഷ നേതാവിനെ നിശബ്ദമാക്കാനുള്ള ശ്രമമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. രണ്ടാമത്തത് സുതാര്യതയുടെ അഭാവമാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേരെ ഒഴിവാക്കപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കമ്മീഷൻ വിസമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ വോട്ടർ പട്ടികകൾ ലഭ്യമാക്കുന്നതിന് പകരം സ്കാൻ ചെയ്ത പരിശോധിക്കാൻ ബുദ്ധിമുട്ടുള്ള രേഖകൾ മാത്രമാണ് അവർ നൽകിയിട്ടുള്ളത്. അടുത്തത് സുപ്രീം കോടതി ഉത്തരവുകളോടുള്ള അവഗണനയാണ്. 2025 ഓഗസ്റ്റ് 14 ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയ സംബന്ധിച്ച് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ കമ്മീഷൻ ഈ ഉത്തരവുകൾ പൂർണ്ണമായും പാലിക്കുന്നില്ല എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അടുത്തത് പക്ഷാപാതപരമായ പ്രസ്താവനകളാണ്. കമ്മീഷൻ വോട്ട് ചോരി എന്ന പ്രയോഗത്തെ നാട്ടുകാരെ അപമാനിക്കുന്നതും തെരഞ്ഞെടുപ്പ് ജീവനക്കാരുടെ സമഗ്രതയെ ആക്രമിക്കുന്നതുമായിട്ടാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഉയർന്ന ന്യായമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കമ്മീഷൻ തയ്യാറായിട്ടുമില്ല. അടുത്തത് സംഘപരിവാറുമായിട്ടുള്ള അവരുടെ ബന്ധമാണ്. സംഘപരിവാർ പ്രത്യേകിച്ച് BJPയുമായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത ബന്ധം ഈ വിവാദത്തിൽ വ്യക്തമാണ്. കാരണം ബീഹാറിലും മഹാരാഷ്ട്രയിലും വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകൾ BJPക്ക് അനുകൂലമായ മണ്ഡലങ്ങളിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിന്റെ നിയമപ്രക്രിയയിൽ കേന്ദ്ര സർക്കാരിന്റെ ആധിപത്യം അതിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയായ ഒരാൾ ഒരു വോട്ട് എന്ന തത്വത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, സുതാര്യതയുടെ അഭാവം, പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഭീഷണികൾ എന്നിവ ജനാധിപത്യ പ്രക്രിയയിൽ പൊതുജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ കെട്ടകാലത്ത് രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്ക് പടരാൻ ചരിത്രയാത്രയുമായി ഇറങ്ങി തിരിച്ചു എന്നത് നമുക്ക് അല്പം ശുഭാപ്തി വിശ്വാസം തരുന്ന ഒന്നു തന്നെയാണ്.